8ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു പ്രധാനപ്പെട്ട ചോദ്യവും അതിൻ്റെ ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അത് മിക്കവാറും അല്ല 100% നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം മറ്റൊന്നുമല്ല, വേദം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേദം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ വേദം എന്ന പാഠഭാഗത്തു നിന്ന് ഒരു ചോദ്യം വന്നാൽ നമുക്ക് എങ്ങനെയാണ് ആസ്വാദനം എഴുതാൻ കഴിയുക? ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? കവിയെക്കുറിച്ചുള്ള പരിചയം, അല്ലെ, കവി പരിചയം ആദ്യം നമ്മൾ എഴുതണം. ഇപ്പോൾ വേദമാണെങ്കിൽ കഥയെ പ്രേമിച്ച കവിത എന്ന യൂസുഫ് അലി കേച്ചേരിയുടെ കഥയെ പ്രേമിച്ച കവിത എന്ന് പറയുന്ന സമാഹാരത്തിൽ ഒരു കവിതയാണ് വേദം. വിശപ്പാണ് വേദം എന്ന കവിതയുടെ ആശയം എന്ന് പറയുന്നത്. മറ്റുള്ളവനെ വിശപ്പറിയാൻ കഴിയുക എന്നതാണ് നാം നേടുന്ന ഏറ്റവും വലിയ അറിവ് എന്ന തലത്തിലേക്കാണ് പാഠഭാഗം വയ്ക്കുന്നത്. ഇതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ആദ്യം അതിന് ഇൻട്രൊഡക്ഷൻ എഴുതണം. അതിനുശേഷം ഉമ്മ വിളമ്പിയ ചോറിന് മുമ്പിൽ ചുമ്മാ മുഖം കറുപ്പിച്ചിരിക്കുന്ന മകൻ, ഉപ്പേരിയോ പപ്പടമോ ഒന്നുമില്ലാതെയാണ് അവൻ, ഇല്ലാത്തതിനാലാണ് അവൻ മുഖം വീർപ്പിച്ച് നിന്നത്. അവൻ അധികം വിശപ്പൊന്നുമില്ലെങ്കിലും അധികം വിശപ്പുള്ളതുപോലെ അവൻ അഭിനയിച്ചു. അങ്ങനെ ചോറ്റുപാത്രത്തിനരികിൽ നിന്നും വാശി പിടിച്ച് ഇറങ്ങിപ്പോയ കുട്ടി തെക്കിനിയിൽ അകത്തുകൂടെ നടക്കുമ്പോൾ വെറുതെ വാതിലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ വടക്കിനി മുറ്റത്ത് ഒരു ആൾക്കൂട്ടത്തെ കാണുന്നു. അത് തൻ്റെ നാട്ടിലെ പട്ടിണി പാവങ്ങളായിരുന്നു. ഉമ്മ അവർക്കൊക്കെ കഞ്ഞി വിളമ്പി കൊടുക്കുന്ന കാഴ്ച കണ്ടു. അന്ന് ബ്രിട്ടീഷ് ഭരണവും 2ാം ലോക മഹായുദ്ധവുമാണ് ആ നാടിനെ പട്ടിണിയിലേക്ക് നയിച്ചത്. അച്ഛനെന്നോ അമ്മയെന്നോ കുഞ്ഞുങ്ങളെന്നോ വകഭേദമില്ലാതെ ആളുകൾ തിക്കിത്തിരക്കി കഞ്ഞി കുടിക്കാൻ എത്തുന്നു. ഉമ്മ അവർക്കൊക്കെ കഞ്ഞി വിളമ്പി കൊടുക്കുന്നു. ഉണ്ണാവ്രതവുമായി ആണ് അമ്മ ആ ഒരു യജ്ഞം ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ കുട്ടിയുടെ മനസ്സിൽ അതിയായ കുറ്റബോധമുണ്ടാകുന്നു. കാരണം എല്ലാ കഞ്ഞിക്ക് ഇറക്കുന്ന ഈ ജനങ്ങളുള്ളപ്പോൾ പഴയതെങ്കിലും അരി എനിക്കുണ്ടല്ലോ എന്നോർത്ത് ആ കുട്ടി കുറ്റബോധമുണ്ടാകുന്നു. ആ കുട്ടിയുടെ കുറ്റബോധത്തിൽ നിന്നുകൊണ്ട് ആ കുട്ടി ഒരു തീരുമാനത്തിലെത്തുന്നു. നേരെ തൻ്റെ ചോറുമായി തൻ്റെ ഉമ്മയുടെ അരികിലെത്തുകയും ഉമ്മയോട് ഈ ചോറ് കൂടി കഞ്ഞിയിൽ വിളമ്പി കൊടുക്കാൻ പറയുന്നു. അങ്ങനെ അത് കേട്ടപ്പോൾ ഉമ്മ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏതൊന്നറിഞ്ഞാൽ അതെല്ലാം അറിഞ്ഞു, അത് വിശപ്പാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. മറ്റുള്ളവൻ്റെ വിശപ്പറിയുന്നവനാണ് യഥാർത്ഥ ദൈവവിശ്വാസി എന്ന അർത്ഥത്തിലേക്ക് ഉമ്മ പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. അത്രയും എഴുതിയതിന് ശേഷം യൂസുഫ് അലി കേച്ചേരിയുടെ ഹൃദയസ്പർശിയായ ഒരു കവിത തന്നെയാണ് വേദം. ഇതെങ്ങനെയാണ് വേദം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാൻ വന്നാൽ, ഇനി ആസ്വാദനം തയ്യാറാക്കാൻ ഏത് ചോദ്യം വന്നാലും ഈ രൂപത്തിലാണ്, ഇങ്ങനെയുള്ള ഫോർമാറ്റിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നാളത്തെ പരീക്ഷ അടിച്ചു പൊളിച്ച് എഴുതുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം.